ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യുജീനിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ റെഡിയാക്കിയ ഒരു യുജീനിയ തൈയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണ് ആ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതേ കണ്ടില്ലേ, അതിൻ്റെതേ അടിയിൽ കൂടെ വേര് പുറത്ത് വരെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെയൊക്കെ അത് മാറ്റി നട്ടു കൊടുത്തിട്ടില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, അതിൻ്റെ മണ്ണ് ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പച്ചപ്പുള്ള മണ്ണാണ് കിട്ടാറ്. ഇതെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ തന്നെ മണ്ണാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടില്ലേ. അപ്പോൾ ഇതൊരു കുഞ്ഞു തൈയാണ്, ഇതുവരെ മാറ്റി നട്ടിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാവും, എങ്ങനെയാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതായത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുവാനായിട്ട്. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്, ഇലച്ചെടിയാണ് യുജീനിയ. എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഭംഗിയാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് വെട്ടിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആ ഷേപ്പിലാക്കി നമുക്ക് നിർത്താം. നമ്മുടെ പൂക്കളേക്കാളും ഒക്കെ പൂച്ചെടികളേക്കാളും അതുപോലെ തന്നെ അതിന് മേലെ എന്നല്ല, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഇലകൾ തന്നെയാണ് ഇതുപോലെ യുജീനിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇളന്ന കമ്പുകൾ, അതായത് മുറ്റിയ കമ്പുകൾ ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇളന്ന കമ്പുകളാണ് അതുകൊണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 3, 4, 5 എണ്ണം ഒക്കെ നട്ടു കൊടുത്തേ നമുക്ക് ഒരു തൈയെ കിട്ടുള്ളൂ. ഞാൻ ഇതുപോലൊരു 2 ചട്ടികളിലായിട്ടൊരു 3-4 തൈകൾ 3 കമ്പ് വെട്ടി നട്ടു കൊടുത്തിട്ടാണ് എനിക്ക് ഒരു തൈയാണ് കിട്ടിയത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പലരും പല പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അത് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് തെളിവായിട്ട് തന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു കമ്പിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഓരോ കമ്പും നമുക്ക് ഒന്ന് റെഡിയാക്കി സൈഡ് കൊച്ചു കുഞ്ഞു ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പ് നടുമ്പോൾ കുഞ്ഞു കമ്പായാലും ശരി, അതിൻ്റെ സൈഡ് ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കത്രിക വെച്ചിട്ട് ഒന്ന് ചരിച്ച് വേണം, എപ്പോഴും നമ്മൾ ആ ഒരു ആംഗിളിൽ വേണം ഏത് കമ്പ് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൈസ ചിലവില്ല, നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ച നമ്മളുടെ മണൽ കിട്ടാനില്ല. അതുകൊണ്ട് എനിക്ക് എംസാൻഡാണ് ഞാൻ മിക്കവാറും ഒക്കെ യൂസ് ചെയ്യുന്നത്, മണലില്ല. അപ്പോൾ ഈ മണലും ചേർന്ന മിശ്രിതമാണ്, മറ്റൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, മറ്റു വളങ്ങളോ ഒന്നും ഇതെന്ന് വെച്ചാൽ സാഫ് ഫംഗിസൈഡാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, എനിക്കത് സക്സസ് ആവുകയും ചെയ്തു. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ കുഞ്ഞു കമ്പിൻ്റെ അറ്റം ഒന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ മണ്ണിലേക്ക് നമ്മൾ ചെറിയ 2-3 ഹോള് ആ ഒരു കമ്പ് അതിൽ തട്ടി ഉരഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ ഹോളിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കത്രിയോ കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ മണ്ണിലേക്ക് ഹോളിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇതങ്ങോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം മാത്രം നമ്മളുടെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊരു കമ്പും നമ്മൾ നട്ടു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചെടി മാറ്റി നടുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഞാൻ അങ്ങനെ ആക്കി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ശേഷം 2 കവർ, ഇപ്പം ഞാൻ 2 ചട്ടി എടുത്തിട്ടുണ്ടായതുകൊണ്ട് 2 കവർ, വെള്ള കവറാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കവർ, ഇപ്പോൾ അങ്ങനെ ആരും സൂക്ഷിക്കാറില്ലല്ലോ പ്ലാസ്റ്റിക്. അപ്പോൾ വെള്ള കവറാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മണ്ട വരുന്നതും അതിൻ്റെ തളർപ്പുകൾ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ള കവറുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത്, പ്ലെയിൻ കവർ. അപ്പോൾ എനിക്കത് ഒന്നേ ഉള്ളൂ, ബാക്കി ഒരു
കളർ കവറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചട്ടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് മേലെ കൂടെ നമ്മൾ താഴോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഉലച്ചിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മൂട് അനങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഈ കവറിലേക്ക് ചട്ടി ഇറക്കി വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മുകളിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരു 2 ആഴ്ചത്തേക്കും ഇതുപോലെ വെയിലടിക്കാത്ത ഭാഗത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. 3 ദിവസം കൂടുമ്പോൾ റബ്ബർ ബാൻഡ് ഒന്ന് അഴിച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലെ ഒരു ഈർപ്പം അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ ഒരു 2 ആഴ്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് തൈകൾ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സക്സസ് ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.